നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന്റെ 2 പത്രികകളും തള്ളി. ഭരണാധികാരിയുമായി തർക്കിച്ച് സാന്ദ്ര പത്രിക സമർപ്പിച്ചത് പ്രസിഡന്റ് ട്രഷറർ സ്ഥാനങ്ങളിലേക്ക്. കോടതിയെ സമീപിക്കുമെന്ന് സാന്ദ്ര. പറഞ്ഞതിലുറച്ച് അടൂർ ഗോപാലകൃഷ്ണൻ. മന്ത്രി ആർ ബിന്ദുവിന് വിമർശനം. അറിവില്ലായ്മയും വിവരക്കേടും അനുഗ്രഹമായവരെക്കുറിച്ച് ഒന്നും പറയുന്നില്ലെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ. വിവാദ പരാമർശത്തിനെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി. പറഞ്ഞത് താൻ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ മറുപടിയെന്ന് പുഷ്പവതി. അടൂരിന്റെ പരാമർശം വളച്ചൊടിച്ചെന്ന് മന്ത്രി VN വാസവൻ. ധർമ്മസ്ഥലയിൽ വനമേഖലയിലെ പരിശോധനയ്ക്കിടെ അസ്ഥികൾ കണ്ടെത്തി. സർപ്രൈസ് സ്പോട്ടിൽ നിന്നും അസ്ഥികൾ ശേഖരിക്കുന്നു. മാർക്ക് ചെയ്യാത്ത സ്ഥലം പരിശോധിക്കാൻ SIT. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെ റെഡ് അലർട്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 3 ദിവസം അതിശക്തമായ മഴ തുടരും. ശക്തമായ കാറ്റിനും സാധ്യത. ആലപ്പുഴ ചെന്നിത്തലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലം തകർന്നു വീണ് 2 തൊഴിലാളികൾ മരിച്ചു. തകർന്നു വീണത് ചെന്നിത്തല കീച്ചേരിയിൽ കടവ് പാലത്തിന്റെ സ്പാൻ. ഓവൽ ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയം. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 6 റൺസിന്. മുഹമ്മദ് സിറാജിന് 5 വിക്കറ്റ്. ജയത്തോടെ പരമ്പര സമനിലയിൽ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന്റെ 2 പത്രിക തള്ളി. ഭരണാധികാരിയുമായി തർക്കിച്ച് സാന്ദ്ര നൽകിയ പത്രികകളിലാണ് തർക്കം. കോടതിയെ സമീപിക്കുമെന്നും സാന്ദ്ര അറിയിച്ചു. എലിജിബിൾ ആണ് എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു കീ പോസ്റ്റിലേക്ക് മത്സരിക്കാൻ എലിജിബിൾ ആണെന്നുണ്ട്. അത് പ്രകാരം എല്ലാ എലിജിബിലിറ്റിയും ഉള്ള ആളായിട്ട് പോലും അവർ ഒരു നിയമവിരുദ്ധമായ വഴിയിലൂടെ ഒരു ഭരണാധികാരിയെ വെച്ച് എൻ്റെ പത്രിക തള്ളുകയാണ് ഉണ്ടായത്. അത് ഒരു ജനാധിപത്യ രീതി ആ മാർഗത്തിലൂടെ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നവർക്ക് ഉറപ്പായതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ മത്സരിച്ച് ജയിച്ച് കാണിച്ചു തരികയാണ് ഇവർ ചെയ്യേണ്ടത്. അതിന് പകരം അങ്ങനെ ജയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോൾ ഇങ്ങനൊരു ഭരണാധികാരിയെ, ഇതൊരു അനധികൃതമായ അപ്പോയിൻമെൻ്റ് ആണ് ഈ ഭരണാധികാരിയുടെ പോലും. അത് ഞാൻ കോടതിയിൽ ചാലഞ്ച് ചെയ്തിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഇത് തീർത്തും മാത്രമല്ല, നിങ്ങളെല്ലാവരും ഇവിടെ കണ്ടതാണ്. അവിടെ അസോസിയേഷനിലെ ആസ്ഥാന ഗുണ്ടകളുടെ ശ്രീ സിയാദ് ഖോക്കറും ശ്രീ സുരേഷ് കുമാറും അവരുടെ ഗുണ്ടായുസവും നിങ്ങൾ കണ്ടതാണ്. അപ്പം ഇതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കണം. 2 സ്ത്രീകളാണ് ഞങ്ങളൊരു നോമിനേഷൻ അവരുടെ കീ പോസ്റ്റിലേക്ക് കൊടുത്തതിന് ഞാനിവിടെ 2 സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് കേരളത്തിലെ ഒരു മലയാളികൾക്കും പറയാൻ പറ്റില്ല. കാര്യം എൻ്റെ സിനിമകൾ ഹിറ്റായിട്ടുള്ള സിനിമകൾ തന്നെ 4-5 എണ്ണം ഉണ്ട്. അപ്പോൾ 9 സിനിമകൾ എൻ്റെ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുള്ള ഒരാളായ എൻ്റെ ഇവിടെ ഓൾറെഡി ഇവിടുത്തെ അസോസിയേഷൻ്റെ രജിസ്റ്റേർഡ് ആണ് എൻ്റെ എല്ലാ സിനിമകളും. എന്നിട്ട് പോലും അതൊന്ന് കാണാൻ പോലും തയ്യാറാവാതെ നോക്കാതെ അദ്ദേഹം റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇത് തീർത്തും വേദനാജനകമാണ്. മാത്രമല്ല എന്നോടുള്ളൊരു അനീതിയാണ് ഈ കാണിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അശ്വതിയുണ്ട്. അശ്വതി, പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കുമാണ് സാന്ദ്ര തോമസ് പത്രിക സമർപ്പിച്ചത്. ഇപ്പോൾ ആ 2 പത്രികകളും തള്ളി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. കോടതിയെ സമീപിക്കാനാണ് സാന്ദ്രയുടെ തീരുമാനവും, അല്ലേ? തീർച്ചയായിട്ടും ഇവിടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇന്ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയായിരുന്നു. ഈ സൂക്ഷ്മ പരിശോധനയുടെ ഘട്ടത്തിലാണ് സാന്ദ്ര തോമസിൻ്റെ പത്രികകൾ തള്ളിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി അവർ പറയുന്ന ഒരു കാര്യം സാന്ദ്ര തോമസിൻ്റെ സിനിമകളുടെ എണ്ണം തികയുന്നില്ല എന്നതാണ്. അതായത് 3 സിനിമകൾ റെഗുലർ മെമ്പർ ആയിരിക്കണം, 3 സിനിമകൾ വേണം എന്നതാണ്. പക്ഷേ നിലവിൽ സാന്ദ്ര തോമസ് നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളിൽ അതിൻ്റെ ബാനറിൽ വ്യത്യാസമുണ്ട്. അതായത് സാന്ദ്ര തോമസ് ആ ബാനറിൽ നിന്ന് പിന്മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ആ സർട്ടിഫിക്കറ്റുകൾ സാന്ദ്രയുടെ പേരിൽ തന്നെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായതിനെ തുടർന്നാണ് ഈ പത്രികകൾ തള്ളിയിരിക്കുന്നത്. പക്ഷേ അത് ബൈലോയ്ക്ക് എതിരാണ് എന്നതാണ് സാന്ദ്ര തോമസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് തൻ്റെ പേരിൽ 3-ലധികം സിനിമകളുണ്ട്. തൻ്റെ പേരിൽ തന്നെയാണ് ഈ സെൻസർ സർട്ടിഫിക്കറ്റ്. ഈ സെൻസർ ബോർഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അംഗീകരിക്കാത്തത് എന്നതാണ് സാന്ദ്ര തോമസ് ചോദിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കണമെങ്കിൽ റെഗുലർ അംഗമായിരിക്കണം, പ്ലസ് 3 സർട്ടിഫിക്കറ്റ് വേണം എന്നതാണ്. 3 സർട്ടിഫിക്കറ്റുകളും താൻ ഇവിടെ നൽകിയിട്ടുണ്ട്. എന്നിട്ടും തൻ്റെ പത്രിക തള്ളിയത് അനീതിയാണ്. അത്
അത് നിയമപരമല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം കോടതിയിൽ ചലഞ്ച് ചെയ്യാനാണ് സാന്ദ്ര തോമസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ തനിക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് സാന്ദ്ര തോമസ് നിലവിലുള്ളത്. ഇന്ന് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ വലിയ രീതിയിലുള്ള വാക്ക് തർക്കങ്ങളുണ്ടായി. ഇവിടെ ഗുണ്ടായിസമാണ് നടക്കുന്നതെന്നും ഇവിടുത്തെ ആസ്ഥാന ഗുണ്ടകൾ തനിക്കെതിരെ വലിയ രീതിയിൽ ഇത്തരത്തിൽ മോശമായി പെരുമാറുന്നത് കേരളം കണ്ടു എന്നും സാന്ദ്ര തോമസിൻ്റെ പ്രതികരണം അല്പം മുൻപുണ്ടായി. ഇത്തരത്തിൽ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുത്തകകൾക്കെതിരെയാണ് താൻ പത്രിക സമർപ്പിക്കുന്നതെന്ന് നേരത്തെ തന്നെ സാന്ദ്രയുടെ പ്രതികരണം ഉണ്ടായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ എങ്ങനെയും നിലവിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് സാന്ദ്രയ്ക്ക് മത്സരിക്കാം. പക്ഷേ കീ പോസ്റ്റുകളിലേക്ക് മത്സരിക്കാൻ സാധിക്കില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനെയാണ് കോടതിയിൽ ചലഞ്ച് ചെയ്യാനായിട്ട് സാന്ദ്ര തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയം ഇതിൽ വിശാഖ് സുബ്രഹ്മണ്യത്തിൻ്റെ വിഷയം കൂടി സാന്ദ്ര ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനു മുൻപ് ഉള്ള മത്സരങ്ങളിൽ കീ പോസ്റ്റുകളിലേക്കുള്ള മത്സരങ്ങളിൽ 2 ബാനറുകളിലായിട്ടാണ് വിശാഖിൻ്റെ സിനിമകൾ ഉണ്ടായിരുന്നത്. പക്ഷേ എന്നിട്ടും വിശാഖ് മത്സരിച്ചു. പിന്നെ എന്തുകൊണ്ടാണ് തനിക്ക് മത്സരിക്കാനായിട്ട് സാധിക്കാത്തതെന്നും സാന്ദ്ര ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വളരെ കലുഷിതമാണ്. ഇത്തരത്തിലുള്ള തർക്കങ്ങളിൽ കലുഷിതമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ കോടതിയെ സമീപിക്കുന്നതോടെ എന്താണ് കോടതി വിധി എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സാന്ദ്ര വരിക. മാത്രമല്ല എന്തെങ്കിലും ഇത്തരത്തിൽ ഇതുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ മത്സരത്തിലൂടെ തോൽപ്പിക്കണം എന്നതാണ് സാന്ദ്ര മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അശ്വതി, ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു എന്നാണ് സാന്ദ്ര നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. താനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നോട് എന്തും കാണിക്കാം എന്നുള്ളൊരു കരുതൽ അവർക്കുണ്ട്. സുരേഷ് കുമാറിൻ്റെ പേരൊക്കെ എടുത്ത് പറഞ്ഞിരുന്നു നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ. തീർച്ചയായും സുരേഷ് കുമാറിൻ്റെയും അതുപോലെ തന്നെ സിയാദ് ഖോക്കറിൻ്റെയും പേരുകളാണ്. അവരുമായിട്ടാണ് വലിയ രീതിയിലുള്ള തർക്കം ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വരണാധികാരിയുടെ അപ്പോയിൻമെൻറ്റ് തന്നെ ശരിയല്ല എന്നും സാന്ദ്ര ഇവിടെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള വലിയ തർക്കങ്ങളിലേക്ക് ഈ അവസാന നിമിഷത്തിൽ ഈ ഒരു സ്ക്രൂട്ടനിങ്ങിൻ്റെ ടൈമിൽ പോയി എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ഒരു ചെറിയ സൂചനകളുണ്ടായിരുന്നു ഇത്തരത്തിൽ ബൈലോയ്ക്ക് എതിരാണ് എന്നുള്ളത്. പക്ഷെ അത് എതിരല്ല. റെഗുലർ മെമ്പറും ഒപ്പം തന്നെ 3 സിനിമകളുടെ സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ കീ പോസ്റ്റുകളിലേക്ക് മത്സരിക്കാം. തനിക്ക് 3 സിനിമകളിലധികം തൻ്റെ പേരിൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് എന്നത് തന്നെയാണ് സാന്ദ്ര ഈ ഘട്ടത്തിലും ചൂണ്ടിക്കാണിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന്റെ 2 പത്രികകളും തള്ളി കോടതിയെ സമീപിക്കാനാണ് സാന്ദ്രയുടെ തീരുമാനം. അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്ത നോക്കാം. സിനിമാ കോൺക്ലേവിലെ പ്രസ്താവനയിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴും നിലപാടിൽ ഉറച്ച അടൂർ ഗോപാലകൃഷ്ണൻ. താൻ ഒരിടത്തും ദളിതരെയും സ്ത്രീകളെയും അവഹേളിച്ചിട്ടില്ലെന്നും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പറഞ്ഞതെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പരിശീലനം ലഭിക്കാതെയാണ് പലരും സിനിമ എടുക്കുന്നതെന്നും 1.5 കോടി രൂപയുടെ ആവശ്യമില്ല എന്നും അടൂർ ആവർത്തിച്ചു. അതിനിടെ ദളിത് വിഭാഗക്കാരെ അവഹേളിച്ചു എന്ന് ആരോപിച്ച് അടൂർ ഗോപാലകൃഷ്ണനെതിരെ പോലീസിൽ പരാതി നൽകി. പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും പരാതിയിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സിനിമ കോൺക്ലേവിന്റെ സമാപന വേദിയിൽ വിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവനയാണ് വിവാദമായത്. പട്ടികജാതി പട്ടികവർഗക്കാർക്കും സ്ത്രീകൾക്കും സിനിമ സംവിധാനം ചെയ്യാൻ സർക്കാർ ഗ്രാന്റ് നൽകുന്നതിന് മുമ്പ് വേണ്ടത്ര പരിശീലനം നൽകണമെന്നും ഒരാൾക്ക് 1.5 കോടി രൂപയുടെ ആവശ്യമില്ലെന്നും അത് 3 പേർക്കായി വീതിച്ചു നൽകണമെന്നുമായിരുന്നു അടൂർ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ അവഹേളിച്ചുവെന്ന് കാട്ടി വേദിയിൽ നിന്ന് തന്നെ പ്രതിഷേധമുയർന്നിരുന്നു. വിമർശിച്ചും ന്യായീകരിച്ചും വിവിധ കോണുകളിൽ നിന്ന് അഭിപ്രായ പ്രകടനം ഉയരുമ്പോഴാണ് തന്റെ പ്രസ്താവനയിൽ കൂടുതൽ വ്യക്തത വരുത്തി അടൂർ ഗോപാലകൃഷ്ണൻ രംഗത്ത് വരുന്നത്. ഞാൻ ആരെയും സ്ത്രീകളെയും ദളിതരെയും മാത്രമല്ല ഞാൻ ആരെയും അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ അവർ കൊടുക്കുന്നത് ദളിത് വിഭാഗത്തിനും സ്ത്രീകൾക്കുമാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് മാത്രം ട്രെയിനിങ് വേണമെന്നല്ല പറഞ്ഞത്. ആർക്കും വേണം ട്രെയിനിങ് സിനിമ പ്രത്യേകിച്ച്. പക്ഷെ ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതിന് പണം നൽകുന്നത് പൊതുമുതലാണ് ഉപയോഗിച്ച് ഈ സഹായം ചെയ്യുന്നത്. അത് വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു സംഗതിയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അപ്പോഴേ നമ്മൾ ഈ കാര്യം വളരെ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തണം. ഇവർക്ക് ഈ സിനിമയുടെ ഭാഷ കൃത്യമായിട്ടും അറിഞ്ഞുകൊണ്ടാണ് അവരിതിനെപ്പറ്റി പ്രയോഗിക്കാൻ വേണ്ടി ഇറങ്ങേണ്ടത്. അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട് കുറച്ച് പരിചയമുള്ള ഒരു അസിസ്റ്റൻറ്റിനെ വിളിച്ച് നിർത്തിയിട്ട് അയാളായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ക്യാമറാമാനായിരിക്കും അങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്.
അങ്ങനെയുള്ളൊരവസ്ഥ വരരുത്. അവർക്ക് നിർദ്ദേശം കൊടുക്കാനും അതിനെപ്പറ്റിയുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു കൺസെപ്റ്റ് സ്വന്തമായിട്ടുണ്ടായിരിക്കുകയും ചെയ്യാൻ ഈഗോയുള്ളൊരു പരിശീലനം അത്യാവശ്യമാണ് എന്നാണ് പറഞ്ഞത്. ഇതിനിടെ ദളിത് വിഭാഗത്തെ അധിക്ഷേപിച്ചുവെന്നാരോപിച്ചു അടൂർ ഗോപാലകൃഷ്ണനെതിരെ സാമൂഹ്യ പ്രവർത്തകൻ ദിനുവയിൽ പരാതി നൽകി. SC/ST ആക്ട് പ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മ്യൂസിയം പോലീസിനാണ് പരാതി നൽകിയത്. പ്രസ്താവനയിലൂടെ അടൂർ SC/ST വിഭാഗക്കാരെ കുറ്റവാളികളും അഴിമതിക്കാരുമായി ചിത്രീകരിച്ചുവെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. SC/ST കമ്മീഷനിൽ നൽകിയ പരാതിയിൽ പോലീസിനോട് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സിനിമാ കോൺക്ലേവിലെ സമാപന വേദിയിൽ താൻ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷയും ഗായികയുമായ പുഷ്പവതിക്കെതിരെ അടൂർ രംഗത്ത് വന്നു. പുഷ്പവതിക്ക് സിനിമയുമായി യാതൊരു ബന്ധവുമില്ല. പാട്ടുപാടുന്നവർ സിനിമയുടെ അനിവാര്യ ഘടകമല്ല. കോൺക്ലേവിൽ എങ്ങനെ ഇവർ പങ്കെടുത്തു എന്നത് അതിശയമാണെന്നും അടൂർ ഗോപാലകൃഷ്ണൻ വിമർശനം ഉന്നയിച്ചു. അവർ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ സിനിമ പാട്ടുപാടിയെന്നാണ് ഇവിടെ ആരൊക്കെ പറയുന്നത്. എനിക്കറിഞ്ഞൂടാ. സിനിമയുടെ ഒരു അനിവാര്യ ഘടകമൊന്നും അല്ല പാട്ട് പാടുന്നത്. എൻ്റെ സിനിമാ സങ്കല്പത്തിൽ അവരാരും വരുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഈ സിനിമ കോൺക്ലേവിൽ എങ്ങനെ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ അതിശയം എനിക്ക്. എന്നിട്ട് അവിടുന്ന് ആളുകളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചാടി എണ്ണിട്ട് ഒരു കീറിയ ശബ്ദത്തിൽ അങ്ങോട്ട് ഉറക്കെ. ഞാൻ അപ്പം ചോദിച്ചു, ആരാ ഇവിടെ സംസാരിക്കുന്നത്, വെള്ളം ഉണ്ടാക്കുന്ന ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഓഡിയൻസിൽ പറഞ്ഞു, സാർ തുടർന്നാട്ട് അവിടെ നമുക്ക് അവരെ ഇരുത്താമെന്ന് പറഞ്ഞു. ഓഡിയൻസ് അവരെ പറഞ്ഞിരുത്തി. അതാണ് ചെയ്തത്. അതേസമയം അടൂർ ഗോപാലകൃഷ്ണന് നൽകിയത് താൻ കൂടി ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ മറുപടിയാണെന്ന് പുഷ്പവതിയും പ്രതികരിച്ചു. സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് താൻ കോൺക്ലേവിൽ പങ്കെടുത്തത്. അടൂരിന്റെ പരാമർശം അരികുവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് മോശമായി ബാധിക്കും എന്നതുകൊണ്ടാണ് പ്രതികരിച്ചത്. പഠിപ്പിക്കാൻ ആരും വരണ്ടെന്നും അനുഭവം കൊണ്ട് ഏറെ പഠിച്ചവരാണ് തങ്ങളെന്നും സർക്കാർ ഫണ്ട് കൊണ്ട് ആരെ വച്ച് സിനിമ എടുക്കണമെന്ന് സർക്കാർ തീരുമാനിക്കുമെന്നും പുഷ്പവതി പറഞ്ഞു. അദ്ദേഹം ചോദിച്ച രീതിയിൽ മറുപടി പറയാൻ എനിക്ക് കഴിയില്ല. ആക്ച്വലി സർക്കാരിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടാണ് ഞാൻ ചെന്നിട്ടുള്ളത്. ഈ ഒരു പരാമർശം അരികുവൽക്കരിക്കപ്പെട്ടുള്ളൊരു സമൂഹത്തിനെ മോശമായിട്ട് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാനത് അപ്പോൾ തന്നെ അത് പ്രതികരിച്ചത്. അപ്പോൾ നമ്മളെ പഠിപ്പിക്കാനൊന്നും വരണ്ട ആരും. നമ്മുടെ ജീവിതം കൊണ്ട് ഒരുപാട് പഠിച്ചവരാ, അനുഭവങ്ങളെ കൊണ്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങൾ അഭ്രപാളികളിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അത് എന്തിനാണ് ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത്? അതൊന്നും അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമില്ല. അതൊന്നും തീരുമാനിക്കാൻ ഇവിടെ സർക്കാരുണ്ട്. സർക്കാർ ഒരു പോളിസി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ സർക്കാരിന് അറിയാം. അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പോകും. അത് സർക്കാർ തീരുമാനിച്ച് സർക്കാരിൻ്റെ വഴിക്ക് അങ്ങ് പോകും. അതാണ്. മന്ത്രി ആർ ബിന്ദുവിനെതിരെ ആഞ്ഞടിച്ച അടൂർ ഗോപാലകൃഷ്ണൻ അറിവില്ലായ്മയും വിവരക്കേടും അനുഗ്രഹമായവരെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. മന്ത്രിമാരായാലും അറിവില്ലാത്ത വിഷയത്തിൽ പ്രതികരിക്കരുതെന്നും അടൂർ ഗോപാലകൃഷ്ണൻ വിമർശിച്ചു. സിനിമാ കോൺക്ലേവിലെ സമാപന വേദിയിൽ നടത്തിയ വിവാദ പരാമർശത്തെ തുടർന്ന് അടൂർ ഗോപാലകൃഷ്ണന് ഹൃദയവിശാലത ഉണ്ടാകണമെന്നും മനുഷ്യനാകണമെന്നും ആർ ബിന്ദു വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിനെതിരെയാണ് അടൂർ രംഗത്ത് വന്നത്. അമൃത വാർത്തകളോടായിരുന്നു അടൂരിന്റെ പ്രതികരണം. അതിന് ഹൃദയവിശാലതയില്ല എന്നൊക്കെ ഒരു മന്ത്രിയൊക്കെ പറയാന്ന് വെച്ചാൽ മന്ത്രി എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? മന്ത്രിയുടെ രംഗമാണോ ഇത് പറയാൻ? മന്ത്രിക്ക് എന്തറിയാം ഇതിനെപ്പറ്റി? അറിവില്ലായ്മ ഒരു അനുഗ്രഹമാണ്, അത്രേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. ക്ലീൻ അറിവില്ലായ്മയാണ്. നമുക്കവരെ പഠിക്കാൻ പോലും പാടില്ല. നമ്മൾ ഈ സാധാരണ ജനങ്ങളെല്ലാം വിചാരിക്കുന്നത് ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിൻ്റെയും പരമമായ വിജ്ഞാനമാണെന്നല്ലേ. പക്ഷെ മന്ത്രിക്ക് എല്ലാ കാര്യങ്ങളെപ്പറ്റി അവസാന വാക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് ജോലിയല്ല. ഈ വിഷയത്തെപ്പറ്റി അറിയാവുന്ന ഒരാളാണ് സംസാരിക്കുന്നത്. അയാൾ കുറ്റം കാണുമ്പോൾ അവരാലോചിക്കണം ഇതിനെപ്പറ്റി. അതിന് മുമ്പായിട്ട് ഒന്നിനുണ്ട്. അവരൊരു ജനപ്രതിനിധികളാണ്, രാജ്യം ഭരിക്കുന്ന ആളുകളാണ്. അവരൊന്ന് ആലോചിക്കണം. ഇങ്ങനൊരു വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു പ്രതികരണം പറയുമ്പോൾ ആലോചിക്കണം. ഞാനിപ്പോൾ ഒരു സ്പേസ് സയൻസിനെ പറ്റി ഞാൻ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അജ്ഞത എന്തിനാണ് ഞാൻ പുറത്തിറങ്ങിയ ആളുകളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത്? എന്തിനാണ് ഞാൻ പ്രവർത്തിക്കുന്നത്? സ്ത്രീകൾക്കും പട്ടികജാതി വിഭാഗങ്ങളിലുള്ളവർക്കും അവരുടെ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് സർക്കാർ നൽകുന്നതിൽ തെറ്റില്ലെന്ന് മന്ത്രി ആർ ബിന്ദു. സിനിമ നിർമ്മിക്കുക പണച്ചിലവേറിയ പ്രക്രിയയാണ്. അതിനായി ഫണ്ട് നൽകുന്നതിൽ ഒരു തെറ്റുമില്ല. ക്യാമറയുടെ നോട്ടം എന്നും പുരുഷനോട്ടമാണ്. അതിന് ബദൽ നോട്ടം വേണമെന്നും മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു.
സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുമൊക്കെ അവരുടെ സർഗാത്മകമായ ആവിഷ്കാരങ്ങൾ നടത്തുന്നതിന് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് അനിവാര്യമായും ചെയ്യേണ്ട ചുമതലയാണ്. പ്രത്യേകിച്ച് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് പണച്ചെലവുള്ള ഒരു സർഗാത്മക ആവിഷ്കാരമാണ് നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടുന്ന സാമ്പത്തിക പിന്തുണ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നൽകുന്നത് വളരെ ഉചിതമായ ഒരു കാര്യമാണ്. സ്ത്രീകളും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും ഒക്കെ തന്നെ തങ്ങളുടെ അധ്വാനം കൊണ്ട് സമൂഹത്തിന് വളരെയേറെ സംഭാവന ചെയ്യുന്നവരാണ്. ആ ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിന്റെ ഭാഗമായിട്ട് തന്നെ കലാസാഹിത്യ പ്രവർത്തനങ്ങളിൽ നിരന്തരം ഏർപ്പെടാനുള്ള ലിഷർ പോലും അവർക്ക് മുൻകാലങ്ങളിൽ ലഭിച്ചിട്ടില്ല. അടൂർ ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ച് മന്ത്രി VN വാസവൻ. അടൂർ പറഞ്ഞതിൽ ദുരുദ്ദേശമുണ്ടെന്ന് കരുതുന്നില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളെ വളച്ചൊടിച്ച് വിവാദമാക്കി. ശ്രദ്ധ വേണമെന്നാണ് അടൂർ പറഞ്ഞത്. സർക്കാർ സ്ത്രീകൾക്കും SC/ST വിഭാഗങ്ങൾക്കും ഒപ്പം തന്നെയാണെന്നും മന്ത്രി കണ്ണൂരിൽ കൂട്ടിച്ചേർത്തു. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഈ മേഖലയിൽ സ്ത്രീകളെയും അതുപോലെ SC/ST മേഖലയിലെയും കലാപ്രതിഭകളെ വളർത്തിയെടുക്കുക എന്ന വീക്ഷണം കൂടി പിന്നിൽ വെച്ചുകൊണ്ടാണ് അത്തരം ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുന്നത്. അത് മറ്റൊരു രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടതില്ല. അതിൽ ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല. അദ്ദേഹം സിനിമയ്ക്ക്, ഇന്ന് മലയാള സിനിമയ്ക്ക് അതിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന രംഗത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ നമുക്കെല്ലാം അറിയാം. ഇന്ന് സിനിമാ ലോകത്തെ ഏറ്റവും പ്രഗത്ഭനും പ്രശസ്തനും പ്രതിഭാശാലിയുമായ സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം ഈ രൂപത്തിൽ പറഞ്ഞത് വ്യത്യസ്തമായൊരു രൂപത്തിൽ നിന്നുകൊണ്ട് തിരിച്ചുവിട്ടതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഏതായാലും അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി അപ്പം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ആ നിലപാട് ഗവൺമെൻറ് നിലപാടായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണന്റേത് ഒഴിവാക്കപ്പെടേണ്ട പരാമർശമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്ത്രീകൾ എത്ര മനോഹരമായ സിനിമകളാണ് കേരളത്തിലും നമ്മുടെ രാജ്യത്തും നിർമ്മിക്കുന്നത്. പുരുഷ മേധാവിത്വ സ്വഭാവമുള്ളവർ പറയുന്ന വാക്കുകൾ അദ്ദേഹത്തെ പോലെ ഒരാൾ പറയാൻ പാടില്ലായിരുന്നുവെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. തീർച്ചയായിട്ടും ആ പരാമർശം അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു. ഇവിടെ സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്കും അവർക്ക് കലാപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ സിനിമ ഉൾപ്പെടുന്നതിനുള്ള യാതൊരു തരത്തിലുള്ള കുറവും അവർക്കാർക്കുമില്ല. സ്ത്രീകളിലെ എത്ര മനോഹരമായ സിനിമകളാണ് ഈ കേരളത്തിൽ, നമ്മുടെ രാജ്യത്ത്, ലോകത്തെല്ലായിടത്തും എടുത്തിരിക്കുന്നത്. പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിൽപ്പെട്ട ആളുകൾ എത്ര മനോഹരമായ സിനിമകളാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ, ഒരു പുരുഷ മേധാവിത്വ സൊസൈറ്റിയിലും ഒരു സവർണ മേധാവിത്വ സമൂഹത്തിലും പറയുന്ന വാക്കുകൾ അദ്ദേഹത്തെ പോലെ പരിണതപ്രജ്ഞനായ ഒരു സിനിമാകാരൻ, ചലച്ചിത്രകാരൻ അത് പറയരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള പരിശോധന വീണ്ടും ആരംഭിച്ചു. വനമേഖലയിലെ പരിശോധനയ്ക്കിടെ അസ്ഥികൾ കണ്ടെത്തി. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഈ സർപ്രൈസ് സ്പോട്ടിൽ നിന്ന് അസ്ഥികൾ ശേഖരിക്കുന്നു എന്നാണ് വിനേഷ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മാർക്ക് ചെയ്യാത്ത സ്ഥലത്തും പരിശോധന നടത്താനാണോ SITയുടെ തീരുമാനം? ഗോപിക, മാർക്ക് ചെയ്യാത്ത സ്ഥലത്ത് പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്നാണ് ഇപ്പോൾ കൂടുതൽ അസ്ഥികൾ കണ്ടെത്തി എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന ഒരു വിവരം. കാരണം ഔദ്യോഗികമായി SIT, അതായത് പ്രത്യേക അന്വേഷണ സംഘം, ഇത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇവിടെ നിന്ന് കൂടുതൽ അസ്ഥി ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അതായത് ഈ ആദ്യം മാർക്ക് ചെയ്ത 13 സ്ഥലങ്ങളിലായിരുന്നു പരിശോധന നടത്തിയിരുന്ന. 13 സ്ഥലങ്ങളിലെ പരിശോധന ഏറെക്കുറെ പൂർത്തിയാക്കി. പക്ഷേ അവിടെ ഇനിയും ഒരു 1-2 ഘട്ടം പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം അവിടെ ഈ നേത്രാവതി പുഴയുടെ തീരത്തായതുകൊണ്ട് തന്നെ അവിടെ മഴയും ഇടവിട്ട് പെയ്യുന്നത് കൊണ്ട് കുഴി എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഈ കുഴിയിൽ വെള്ളം നിറയുന്ന ഒരു അവസ്ഥയുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അത് ഈ ഒരു ദൗത്യത്തിന് അതൊരു വിലങ്ങുതടിയാവുന്നു എന്നാണ് പറയുന്നത്. SIT സംഘം പറയുന്നത് അങ്ങനെയാണ്. എന്നാൽ അവിടെ നിന്ന് കുറച്ച് മാറി വനത്തിൽ ബംഗ്ലാഹുഡ എന്ന് പറയുന്ന മേഖലയിലാണ് ഇപ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള ആ 1 കിലോമീറ്ററിനകത്ത് തന്നെയാണ്, ആ ഒരു ഭാഗത്താണ് പരിശോധന നടത്തിയപ്പോൾ മണ്ണ് നീക്കം ചെയ്തപ്പോഴാണ് ഇപ്പോൾ കൂടുതൽ അസ്ഥികളും തലയോട്ടികളും ലഭിച്ചു എന്നതാണ് സ്ഥിരീകരിക്കാത്ത വിവരം. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ദൃക്സാക്ഷിയായ, അല്ലെങ്കിൽ ഈ മൃതദേഹങ്ങൾ മൂടിയെന്ന് പറയപ്പെടുന്ന ക്ഷേത്ര മുൻ പരിചാരകന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നതിൽ 13 എണ്ണം മാർക്ക് ചെയ്യാത്ത ഭാഗത്ത് ഈ ബംഗ്ലാഹുഡയിലാണ് ഇപ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തി, അല്ലെങ്കിൽ കൂടുതൽ മൃതദേഹങ്ങളുടെ അസ്ഥികൾ കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അതനുസരിച്ച് ഇവിടെ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗോപിക.
ശരി, ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള പരിശോധന വീണ്ടും ആരംഭിച്ചു. എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് അതിതീവ്ര മഴയുടെ സാഹചര്യത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെ 6 ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിട്ടുള്ളത്. 6, 7 തീയതികളിൽ വടക്കൻ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ന് എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് നൽകിയിട്ടുള്ളത്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തമിഴ്നാട് തീരത്തിന് സമീപം ഉയർന്ന ലെവലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റും ശക്തമാണ്. ആലപ്പുഴ ചെന്നിത്തലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലം തകർന്നു വീണ് കാണാതായ 2 തൊഴിലാളികൾ മരിച്ചു. തൃക്കുന്നപ്പുഴ കിഴക്കേക്കര വടക്കുമുറി മണികണ്ഠൻചിറ ബിനു ഭവനത്തിൽ ബിനുവിന്റെയും മാവേലിക്കര കല്ലുമല അക്ഷയ് ഭവനിൽ രാഘവ് കാർത്തിക്കിന്റെയും മൃതദേഹമാണ് ലഭിച്ചത്. ചെന്നിത്തല കീച്ചേരിയിൽ കടവ് പാലത്തിന്റെ സ്പാനാണ് തകർന്നു വീണത്. വിവരങ്ങളുമായി അജയ്നാഥ് ചേരുന്നുണ്ട്. അജയ്നാഥ്, വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. 2 തൊഴിലാളികളും മരിച്ചു എന്നുള്ള വാർത്തയാണല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്? ഗോപിക, തീർച്ചയായും ഈ ചെന്നിത്തല കീച്ചേരിൽക്കട പാലത്തിന്റെ നിർമ്മാണം ഒരു ഘട്ടത്തിൽ മന്ദഗതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞിടയ്ക്കാണ് ഇത് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുകയും ദ്രുതഗതിയിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കേണ്ട സാഹചര്യമുണ്ട് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ അധികൃതർ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ നിർമ്മാണങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലേക്കായിട്ട് സ്പാൻ തകരുകയും ഈ 7 തൊഴിലാളികൾ വെള്ളത്തിൽ വീഴുകയും ചെയ്യുന്നത്. അതിൽ 5 പേർ ഘട്ടത്തിൽ തന്നെ നീന്തി രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. 2 പേരാണ് പിന്നീട് കാണാതായിട്ടുണ്ടായിരുന്നത്. അവർക്ക് വേണ്ടി തിരച്ചിൽ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ആദ്യം ബിനുവിന്റെ മൃതദേഹവും തൊട്ടു പിന്നാലെ രാഘവ് കാർത്തിക്കിന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. എന്തായാലും മന്ത്രി സഹിച്ചറിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥലത്തെത്തി ഈ തെരച്ചിലിന് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. വളരെ ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ് ഇത് എന്നുള്ളതാണ്. നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇതിന്റെ സ്പാൻ തകർന്ന് താഴേക്ക് വീഴുകയായിരുന്നു. വലിയ ആഴമുള്ള ഭാഗം കൂടിയാണ് ഈ പ്രദേശം എന്നുള്ളത്. വലിയ ഒഴുക്കുള്ള പ്രദേശം കൂടിയാണ് അത്. ഇതൊക്കെ തന്നെയാണ് ഇത്തരത്തിലേക്ക് ഇവരെ കണ്ടെത്താൻ അല്ലെങ്കിൽ മരണപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്താൻ കഴിയാതിരുന്ന സാഹചര്യം എന്നാണ് സൂചിപ്പിക്കുന്നത്. സൂചിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ വലിയൊരു ശബ്ദം കേൾക്കുന്നു. അതിനുശേഷം ഈ സ്പാൻ തകർന്നു വീഴുകയായിരുന്നു. സമാനമായി നിരവധി വിഷയങ്ങൾ നടക്കുമ്പോഴാണ്, അതായത് നിർമ്മാണ ഘട്ടത്തിൽ ഇതുപോലെ ഈ പാലങ്ങളുടെ വിഷയങ്ങൾ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ നടക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ദാരുണമായിട്ടുള്ള സംഭവം ഈ ചെന്നിത്തലയിലും ആയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഗോപിക. ശരി, ആലപ്പുഴ ചെന്നിത്തലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലം തകർന്നു വീണ് കാണാതായ 2 തൊഴിലാളികൾ മരിച്ചു. അജയ് ആണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഏറ്റുമാനൂരെ ജൈനമ്മ തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത ചേർത്തല പള്ളിപ്പുറം സ്വദേശി പ്രതി സെബാസ്റ്റ്യനെ വീട്ടിലെത്തിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നു. വീട്ടിൽ നിന്ന് വീണ്ടും മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. നേരത്തെ ഇവിടെ നിന്ന് അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ജൈനമ്മ തിരോധാന കേസ് അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘവും ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘവുമാണ് തെളിവെടുപ്പ് നടത്തുന്നത്. ചേർത്തലയിൽ കാണാതായ സ്ത്രീകളെ സെബാസ്റ്റ്യൻ അപായപ്പെടുത്തിയോ എന്നാണ് സംശയം. പുരയിടത്തിൽ കുളങ്ങളും ചതുപ്പുനിലങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഒരു കുളത്തിൽ നിന്ന് വസ്ത്ര അവശിഷ്ടങ്ങളും കണ്ടെത്തി. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് ഭൂമിക്കടിയിലെ അസ്ഥികൂടങ്ങളുടെ സാന്നിധ്യവും കണ്ടെത്താനുള്ള ശ്രമവും നടക്കുകയാണ്. TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ജയിൽ വകുപ്പ്. ജയിലിന് പുറത്തേക്കുള്ള യാത്രയിൽ കൈവിലങ്ങ് നിർബന്ധമാക്കും. കോടതി പരിസരത്തെ മദ്യപാനത്തിൽ നിയമോപദേശം ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം ഇക്കാര്യത്തിൽ നടപടി പോലീസുകാരിൽ മാത്രം ഒതുക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. RMP നേതാവ് TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് കൊടും കുറ്റവാളിയായ കൊടിസുനി. കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവരെ കഴിഞ്ഞ 17-ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴാണ് ഇവർ പരസ്യമായി മദ്യപിച്ചത്. പോലീസുകാരുടെ ഒത്താശയോടെ മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ മദ്യപിക്കാൻ അവസരമൊരുക്കുകയായിരുന്നു. സംഭവത്തിൽ AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വൈശാഖ്, വിനീഷ്, വിഷ്ണു എന്നിവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ജയിൽ വകുപ്പ് തീരുമാനിച്ചത്. കൊടിസുനിക്ക് വിലങ്ങ് നിർബന്ധമാക്കാനാണ് തീരുമാനിച്ചത്. ഇതിനു പുറമെ പരോൾ കാലാവധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും.
ഇക്കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ 60 ദിവസം കൊടിസുനിക്ക് പരോൾ ലഭിച്ചുവെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനു പുറമെ കോടതി പരിസരത്തെ മദ്യപാനത്തിൽ കേസെടുക്കുന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇക്കാര്യത്തിൽ നിയമോപദേശം കിട്ടിയ ശേഷമായിരിക്കും തുടർ നടപടി. 2018 മറ്റൊരു കേസിൽ ഉൾപ്പെട്ടതോടെ കൊടിസുനിക്ക് 6 വർഷത്തേക്ക് പരോൾ അനുവദിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് സുനിയുടെ അമ്മയുടെ പരാതി മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് എത്തിയതോടെയാണ് പരോൾ അനുവദിച്ചു തുടങ്ങിയത്. പരോളിൽ ഇറങ്ങി നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. അമൃത ന്യൂസ്, കണ്ണൂർ. തടവ് അനുഭവിക്കുന്നവർ അകത്തും പുറത്തും അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥരാണെന്ന് പി ജയരാജൻ. കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടിയെടുക്കും. അതാണ് പിണറായി സർക്കാരിന്റെ നയം. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടി എടുത്തത്, അല്ലാതെ മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിലല്ല. ടി.കെ. രജീഷിന് പരോൾ അനുവദിച്ചത് നിയമാനുസൃതമെന്നും മറ്റാരെങ്കിലും തെറ്റ് ചെയ്തതിന്റെ പേരിൽ രജീഷിന് പരോൾ നൽകാതിരിക്കേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. ജയിലിനകത്തും അവിടെ തടവ് ശിക്ഷ അനുഭവിക്കുന്നവർ പുറത്തു വരുമ്പോഴും എല്ലാം അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥമാണ്. ഇവിടെ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്ത അങ്ങനെ ഒരു അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിൽ സർക്കാർ തന്നെ നടപടിയെടുത്തിരിക്കുന്നു എന്നതാണ്. അതിൽ ഈ ഗവൺമെൻറ് വിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് ആഹ്ലാദിക്കാൻ യാതൊന്നുമില്ല. കാരണം ഗവൺമെൻറ് കർശനമായ നടപടിയെടുത്തിട്ടുണ്ട്. കൊടിയായാലും രാജ്യസഭാ MP സദാനന്ദന്റെ കാലുവെട്ടിയ കേസിലെ പ്രതികൾക്ക് മട്ടന്നൂർ പഴശ്ശിയിൽ വെച്ച് ജയിലിലേക്ക് യാത്രയയപ്പ് നൽകി CPM. യാത്രയയപ്പ് പരിപാടിയിൽ KK ശൈലജ MLAയും പങ്കെടുത്തു. കേസിൽ ഉൾപ്പെട്ട CPMകാരായ 8 പ്രതികളാണ് ജയിലിലേക്ക് മടങ്ങിയത്. ഇവരുടെ അപ്പീൽ സുപ്രീം കോടതി തള്ളിയിരുന്നു. 1994 ജനുവരി 25-നായിരുന്നു സദാനന്ദന്റെ 2 കാലും വെട്ടിമാറ്റിയത്. സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വൈസ് ചാൻസലർക്ക് അധികാരമുണ്ടോ എന്ന് ഹൈക്കോടതി. സിൻഡിക്കേറ്റിന്റെ ശുപാർശ സസ്പെൻഡ് ചെയ്യാൻ VCക്ക് പരമാധികാരമുണ്ടോ എന്നാണ് കോടതി ചോദിച്ചത്. കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിനെതിരെയുള്ള നടപടി ചോദ്യം ചെയ്ത ഹർജിയിലാണ് കോടതി പരാമർശം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VCമാരെ നിയമിച്ച നടപടി പുനഃപരിശോധിച്ചേക്കില്ല എന്ന് ഗവർണർ. VC നിയമനത്തിൽ ആക്ഷേപമുണ്ടെങ്കിൽ കോടതിയെ അറിയിക്കാമെന്ന് ഗവർണർ മന്ത്രിമാരായ R ബിന്ദുവിനെയും P രാജീവിനെയും അറിയിച്ചു. കേരള യൂണിവേഴ്സിറ്റിയിൽ സസ്പെൻഷനിൽ കഴിയുന്ന രജിസ്ട്രാർ KS അനിൽകുമാറിന് സർക്കാർ നൽകുന്ന പരസ്യ പിന്തുണയിലും ഗവർണർക്ക് എതിർപ്പുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അനുനയ നീക്കവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും നിയമമന്ത്രി P രാജീവും നേരിട്ടെത്തിയിട്ടും ഗവർണർ വഴങ്ങിയില്ല. മന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ VCമാരെ നിയമിച്ച നടപടി പുനഃപരിശോധിക്കില്ല എന്ന് ഗവർണർ വ്യക്തമാക്കി. സുപ്രീം കോടതി വിധി സംബന്ധിച്ച് കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക VC നിയമനം നടത്തിയതെന്ന് ഗവർണർ മന്ത്രിമാരെ അറിയിച്ചു. VCമാരുടെ നിയമന കാര്യത്തിൽ ഗവർണറും സർക്കാരും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. വിധി സർക്കാരിന് അനുകൂലമാണെന്ന് ചൂണ്ടിക്കാണിച്ച മന്ത്രിമാരെ ഗവർണർ തിരുത്തി. ഈ മാസം 13-ന് സുപ്രീം കോടതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സ്വീകരിച്ച നടപടികൾ അറിയിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. ഇതോടെ സമവായത്തിനുള്ള സാധ്യതയും മങ്ങി. കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രതിസന്ധി മന്ത്രിമാർ ഗവർണറെ അറിയിച്ചിരുന്നു. സസ്പെൻഷനിൽ കഴിയുന്ന കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറായ KS അനിൽകുമാറിന് സർക്കാർ നൽകുന്ന പരസ്യ പിന്തുണയിലുള്ള എതിർപ്പ് ഗവർണറും മന്ത്രിമാരെ അറിയിച്ചു. അതിനിടെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കേരള സർവകലാശാല ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതിൽ പ്രതിഷേധവും ശക്തമാണ്. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് സർവകലാശാല ഭരണത്തിൽ ഇടപെടാൻ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം VC നോട്ടീസ് നൽകിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. ഇന്ത്യയുടെ ഭാഗമായ 2000 ചതുരശ്ര കിലോമീറ്റർ ചൈനയ്ക്ക് അടിയറ വെച്ചുവെന്ന പരാമർശത്തിലാണ് സുപ്രീം കോടതിയുടെ താക്കീത്. ചില ചോദ്യങ്ങളും രാഹുൽ ഗാന്ധിയോട് കോടതി ചോദിച്ചു. ഭാരത് ജോഡോ യാത്രക്കിടെയാണ് ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി പരാമർശങ്ങൾ നടത്തിയത്. 2020 ജൂണിൽ ലഡാക്കിലെ ഗാൽവൻ താഴ്വരയിലുണ്ടായ സംഘർഷങ്ങളെയും 20 ഇന്ത്യൻ സൈനികരുടെ മരണത്തെയും കുറിച്ചായിരുന്നു രാഹുലിന്റെ പരാമർശങ്ങൾ. 2000 ചതുരശ്ര കിലോമീറ്ററോളം ഇന്ത്യൻ ഭൂമി ചൈന കയ്യേറിയെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞുവെന്ന് ചോദിച്ച കോടതി, നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങനെ പറയുകയില്ലായിരുന്നുവെന്നും പറഞ്ഞു. അപകീർത്തിക്ക് ശ്രദ്ധാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ചത്. രാഹുലിനെതിരെയുള്ള അപകീർത്തി കേസ് നടപടികൾ സ്റ്റേ ചെയ്യുന്നതിനൊപ്പമായിരുന്നു കോടതിയുടെ താക്കീത്.
ജസ്റ്റിസ് ദീപാങ്കർ ദത്ത, ജസ്റ്റിസ് AG മാസി എന്നിവരടങ്ങിയ ബെഞ്ചാണ് രാഹുലിന്റെ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയത്. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വിവരം ലഭിച്ചത്? എന്തുകൊണ്ടാണ് ഈ വിവരം പാർലമെന്റിൽ ഉന്നയിക്കാതിരുന്നതെന്നും സുപ്രീം കോടതി ചോദിച്ചു. അതിർത്തി സംഘർഷങ്ങൾ നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പദവിയിലിരിക്കുന്ന രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തരുതായിരുന്നുവെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)A പ്രകാരമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉത്തരവാദിത്തമില്ലാതെ എന്തും വിളിച്ചു പറയാനുള്ള അനുവാദമല്ലെന്നും വാദം കേൾക്കുന്നതിനിടെ സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് അമൃത TV. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഷിബു സോറൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഡൽഹിയിലെ ഗംഗാറാം ആശുപത്രിയിലായിരുന്നു ചികിത്സ. രാവിലെ 8:56 മരണം സ്ഥിരീകരിച്ചത്. ജൂൺ അവസാനമായിരുന്നു ഷിബു സോറൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ സ്ഥാപക രക്ഷാധികാരിയായ ഷിബു സോറൻ കഴിഞ്ഞ 38 വർഷമായി പാർട്ടിയെ നയിക്കുകയായിരുന്നു. ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലേക്ക് വരുന്നില്ലെന്ന് സ്ഥിരീകരിച്ച് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ. ഈ വർഷം വരാൻ കഴിയില്ലെന്ന് അർജന്റീന ടീം അറിയിച്ചെന്നും മന്ത്രി കോഴിക്കോട് പ്രതികരിച്ചു. നിലവിൽ അർജന്റീന ടീമുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിട്ടുണ്ട്. ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ അർജന്റീന ടീം മാനേജ്മെന്റ് പണം അയക്കാൻ മെയിൽ അയച്ചപ്പോഴാണ് നമ്മൾ പണം അയച്ചത്. അവർ പറഞ്ഞത് 2 വിൻഡോ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ. അതിനുശേഷം അവർ ഒക്ടോബറിൽ നിർബന്ധമായി കേരളത്തിലെത്തുമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പണം അയച്ചു. പക്ഷേ പണം സ്വീകരിച്ചതിന് ശേഷം അവർ പറഞ്ഞത് ഞങ്ങൾക്ക് 26-ൽ സ്വാഭാവികം നമുക്കത് കഴിയില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒക്ടോബറാണ് ഉദ്ദേശിച്ചത്. എന്നാണ് 25 ഒക്ടോബർ. അതിൽ ഓവൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വിജയം. ഇംഗ്ലണ്ടിനെ 6 റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. 5 വിക്കറ്റ് എടുത്ത മുഹമ്മദ് സിറാജിന്റെ പ്രകടനമാണ് ഇന്ത്യയ്ക്ക് വിജയമൊരുക്കിയത്. പ്രസിദ്ധ് കൃഷ്ണ 4 വിക്കറ്റ് വീഴ്ത്തി 374 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിന് അവസാന ദിനം ജയിക്കാൻ 35 റൺസായിരുന്നു വേണ്ടിയിരുന്നത്. 6 വിക്കറ്റിന് 339 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ട് 367 പുറത്തായി. മുഹമ്മദ് സിറാജാണ് കളിയിലെ താരം.